ധനസഹായം നൽകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ റെജി ലൂക്കോ, സ്ഥലം MLA ഇത് കണ്ടില്ല എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു കാര്യമാണ്. ഊഞ്ഞാല് പോലെയാണ് അവിടെ ഈ വൈദ്യുതി ലൈൻ കിടന്നിരുന്നത്. പലരും പരാതിപ്പെട്ട കാര്യമാണ്. സ്കൂൾ അധികൃതർ ഈ തകര ഷെഡ് പണിതതും എല്ലാവർക്കും അറിയാവുന്നതാണ്. MLA പഠിച്ച സ്കൂളാണ് അത്. വെറുതെ അല്ല MLA ഇന്ന് അവിടെ തടഞ്ഞത്. അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു MLA ആണ്, നിയോജകമണ്ഡലത്തിന്റെ വ്യാപ്തി അറിയാം. ഞാൻ പഠിച്ച സ്കൂളാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലായാലും എടുത്താറുണ്ടായിരിക്കും. ഇപ്പോൾ MLA സ്കൂളിൽ പരിപാടിക്ക് പോകുമ്പോൾ ഇതൊന്നും കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പം കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരാളെ കുറ്റപ്പെടുന്നതിന് അർത്ഥമൊന്നുമില്ല. ഇവിടെ സംഭവം ഒരു കാര്യം കറക്റ്റാണ്. KSEBയിൽ ഔദ്യോഗികമായിട്ട് രേഖാമൂലം ഒരു പരാതി ഈ സ്കൂളിൽ നൽകിയിട്ടില്ല. അത് DOയും സംബന്ധിച്ചു, അതുപോലെ ഹെഡ്മിസ്ട്രസും സംബന്ധിച്ചിട്ടുണ്ട്. അതൊരു വീഴ്ച തന്നെയാണ്. കാരണം അവരുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത ആത്യന്തികമായിട്ട് ആ സ്കൂളിന്റെ അധികൃതർക്കാണ്. അത് ഹെഡ്മിസ്ട്രസ് ആണെങ്കിലും ഹെഡ് മാസ്റ്റർ ആണെങ്കിലും അവർക്ക് തന്നെയാണ്. അവരാണ് പ്രാഥമിക ഉത്തരവാദികൾ എന്ന് പറയുന്നത്. അവരുടെ ഉത്തരവാദിത്വം അവർക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇവിടെ മന്ത്രിമാരാരും ഇതിനെ ലഘൂകരിച്ച് കാണുന്നതായിട്ട് ഇതുവരെ എന്നെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട V ശിവൻകുട്ടി ആണെങ്കിലും K കൃഷ്ണൻകുട്ടി ആണെങ്കിലും, K കൃഷ്ണൻകുട്ടി കുറച്ചുകൂടെ എന്താ പറയുക അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പ്രതികരിച്ചൊരു വ്യക്തി. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ ഈ സ്കൂൾ അധികൃതർ എവിടെയായിരുന്നു ഇങ്ങനൊരു കമ്പി വലിച്ച് അല്ലെങ്കിൽ ഒരു 3 ഫേസ് ലൈൻ അവിടെ വലിച്ചു പോയപ്പോൾ അതിന്റെ സുരക്ഷിതത്വം നോക്കാതിരിക്കാൻ വേണ്ടി ഈ സ്കൂൾ അധികൃതർ എവിടെയായിരുന്നു അദ്ദേഹം ചോദിച്ചു. ആ നിലപാടിൽ അദ്ദേഹം മാറിയിട്ടില്ല. ഇമ്മീഡിയറ്റ് റിപ്പോർട്ട് പ്രകാരം കൊടുത്തിരിക്കുന്ന അതിലും KSEBയുടെ ഭാഗത്തുള്ള വീഴ്ച അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മിനിസ്റ്റർ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള നടപടികളെ എനിക്ക് അതിന് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോഴും നമുക്കൊരു ചോദ്യം മാറി നിൽക്കുക. എന്താ, ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തിരിക്കുന്നു. അത് നിസ്സാര കാര്യം. ഞാൻ വേണം നിങ്ങൾ പറയാത്തൊരു കാര്യം വേണം അങ്ങോട്ട് പറയാം. എനിക്കത് വഴിയൊന്നുമില്ല. എന്താ അറിയോ, പാലക്കാട് നിലമ്പൂര് സമീപം വഴിക്കടവല് ഒരു 15-കാരൻ അനന്തു ഇതുപോലെ തന്നെ ഒരു വൈദ്യുതി കെണിയിൽ വീണു മരണമടഞ്ഞു. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അവിടുത്തെ KSEBയിലെ ഉദ്യോഗസ്ഥന്മാര് ഇത് സ്ഥിരമായിട്ട് അങ്ങനെ ഒരു എലിക്കെണി അല്ലെങ്കിൽ ഒരു പന്നിയെ പിടിക്കാൻ ഒരു കെണി വെച്ചപ്പോൾ അതും എന്താ കേവലം 3 അടി മാത്രം ഉയരത്തിൽ മനുഷ്യൻ പാസ് ചെയ്ത പാസേജിൽ അവരതിനകത്ത് കൈ ഒഴിയുന്നതിനെതിരെ ഞാൻ അന്നത്തെ ഡിബേറ്റിൽ പ്രതികരിച്ച ഒരാളാണ്. എന്നോർത്തോണ്ട് KSEB ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പഴി പറയാൻ എന്നെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അവരുടെ സേവനങ്ങൾ മറിയും കുന്നിലും എന്താ പ്രകൃതി ദുരന്തത്തിലും അല്ലാത്ത അവസരമൊക്കെ അവർ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അവരുടെ ശ്രമം അത്രയ്ക്കും, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് അത്രയ്ക്കും ആക്റ്റീവാണ്. പക്ഷെ ഇതിവിടെ എന്ത് പറ്റിയെന്നുള്ളത് നമുക്കിവിടെ മുമ്പിൽ അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം ഈ താൽക്കാലിക ഷെഡ് പണിതപ്പോൾ ആ പണിത ഉയർത്തിയപ്പോൾ ഈ പണിയക്ക് നേതൃത്വം കൊടുത്ത സ്കൂൾ അധികൃതർ അത് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇനി അല്ലെങ്കിൽ എല്ലാ മാസം മീറ്റർ അടിക്കാൻ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ചെല്ലുന്നില്ലേ KSEB? അയാളുടെ കണ്ടുകൂടെ? അയക്ക് പറയാമോ? അയാളുടെ പ്രാഥമികമായിട്ടൊരു നിലപാടില്ല. അയാൾക്ക് പറയത്തില്ല ഇത് അപകടകരമാകുന്നുണ്ടോ? അവര് തന്നെ പറഞ്ഞിട്ട് ഞങ്ങളിത് കേബിൾ ആക്കാന്നുണ്ടോ? എവിടെ ഒരു മാസം മുമ്പ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ല? കൊച്ചു കുട്ടികൾ സഹിതം പഠിക്കുന്ന ഒരു സ്കൂളല്ലേ. അവ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. അതിനെന്താ സംശയിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പൊറുക്കുമോ? ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലോ ആ വേദന നമുക്ക് സഹിക്കാൻ പറ്റുമോ? അങ്ങ് വിദൂരത്തിൽ 10,000-7,000 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അമ്മ വേദനിച്ചുകൊണ്ട് വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഈ നാട്ടിലത്തെ ആളുടെ വെപ്രാളത്തിൽ ആ അമ്മയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? കൂലിപ്പണിക്കാരനായ ഒരു അച്ഛൻ, ആ അച്ഛനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? അപ്പൊ ഇതിനൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. ഒരു കുഞ്ഞിന്റെ പോലെ ജീവൻ ഈ കേരളത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല. എന്താ സംശയക്കാര്യത്തിൽ? ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. ഏത് പാർട്ടി ഭരിച്ചാലും ആരെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ പ്രതികരിക്കും. ഇങ്ങനെ ഒരു കൂട്ടായ രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ കണ്ട് ഇന്നവർ ഭരിക്കുന്നതുകൊണ്ടാണ് അത് ഇന്നവർ ഭരിക്കുന്നതുകൊണ്ടാണ് ഫിറ്റ്നസ് കിട്ടിയത്. ഇതിനൊന്നും അർത്ഥമൊന്നുമില്ല. ഇവിടെ കോൺഗ്രസ്സുകാരും അല്ലാത്തവരും പല സംഘടനകൾ നടത്തുന്ന എത്രയോ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളൊക്കെ ചെയ്യുന്ന സംഭാവനകൾ നിസ്സാരമാണോ? 100 വർഷം പഴക്കമുണ്ട് ഈ സ്കൂളിൽ. മഞ്ജുഷ അറിയോ? ഞാൻ ഇന്ന് കൊല്ലത്തോടെ 1-2 സുഹൃത്തുക്കളായിട്ട് വിളിച്ചപ്പം ആ സ്കൂളിന്റെ പ്രോഡക്റ്റുകളിൽപ്പെട്ട പലരുമാണ് ഇന്ന് ആ സ്കൂളിനെതിരെ ഇവിടെ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ RSPയുടെ യുവജന സെക്രട്ടറി ഒക്കെ അവർക്ക് ഉത്തരവാദിത്തമില്ലേ? തങ്ങൾ പഠിച്ച സ്കൂളിലൂടെ PTA മീറ്റിംഗ് അല്ലെങ്കിൽ അവിടെയൊക്കെ പോകുമ്പോൾ ഇതുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തം അവർക്കില്ലേ? അവർ ചെയ്തോ? അപ്പൊ ഒരു കൂട്ടായ്മയാണ് ഒരു ഉത്തരവാദിത്തം. ഒരു സ്കൂൾ എന്ന് പറഞ്ഞൊരു പബ്ലിക് എന്താ ഒരു സ്ഥാപനമാണ്. പിന്നല്ല, ആ സ്കൂളിന്റെ മാനേജറെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ കാണിച്ച് കേസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈ സ്കൂൾ മാനേജ്മെന്റ് കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞു KSEBയുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയില്ല, പക്ഷെ ഉത്തരവാദിത്തമുണ്ട്. ശരിയാണത്. KSEB ആവശ്യപ്പെട്ടിരുന്നതാണ് അല്ലെ ഇത് കവചിത കേബിൾ ആക്കി മാറ്റുവാനായിട്ട് KSEB പറഞ്ഞിരുന്നതാണ്. അത് മാത്രമല്ല ഒരു പോസ്റ്റ് സ്ഥാപിക്കുവാനും അല്ലേ? പക്ഷെ അന്നേരം സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞത് അടുത്ത മീറ്റിംഗിൽ തീരുമാനിക്കാമെന്നാണ്. അടുത്ത മീറ്റിംഗ് നടന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്കൂൾ മാനേജർക്ക് ഉള്ള ചില ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ. CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്. അത് ശ്രീ കോവൂർ കുഞ്ഞുമോൻ പറയുകയും ചെയ്തു. ഞാൻ നേരത്തെ ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞു. ഏരിയ സെക്രട്ടറി അല്ല, ലോക്കൽ സെക്രട്ടറിയാണ്.
ഈ ലോക്കൽ സെക്രട്ടറിക്ക് കിട്ടുന്ന ചില പാർട്ടി ഗുണങ്ങളുണ്ടല്ലോ, അത് അനുഭവിച്ചത് ഒടുവിൽ ഈ കുഞ്ഞിന്റെ ജീവൻ എടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ റെജി ലൂക്കോസ്, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. അതല്ലായിരുന്നെങ്കിൽ ഈ സ്കൂളിന് അങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് മാത്രമല്ല, KCB പറഞ്ഞതനുസരിച്ച് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടിയും വന്നേനെ, അതൊന്നും ചെയ്തില്ല. അത്രയേ ഉള്ളൂ. ശ്രീ ജോർജ്. മഞ്ജുഷ് എന്നോടാണോ ചോദ്യം? അല്ല പറയാം ജോർജ് സാർ.